കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. റോസ് ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിൽ ദൈവവചനവുമായി കടന്നു വരുവാൻ ലഭിച്ച ഈ അസുലഭമായ സന്ദർഭത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വിശിഷ്യ ദൈവവചനത്തിൻ്റെ മാറ്റമില്ലാത്ത ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫേസ്ബുക്ക് പേജാണ് റോസ് ഫാമിലിയുടേത്. ആ നിലകളിൽ ദിനംതോറും ദൈവശബ്ദത്തിന് ദൈവദാസീദാസന്മാർ തങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവം നൽകുന്ന സന്ദേശങ്ങൾ അതിശക്തിയോടുകൂടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയോട് ചേർന്ന് ഇന്ന് സായാഹ്നത്തിൽ ദൈവവചനം പ്രസംഗിപ്പാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് റോസ് ഫാമിലിയുടെ നേതൃത്വം വഹിക്കുന്ന റോസ്ലിൻ സിസ്റ്ററോട് നന്ദി അറിയിക്കുന്നു. മാത്രമല്ല ആ ഗ്രൂപ്പിലുള്ള എല്ലാ അഡ്മിൻസിനോടും മറ്റ് പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിച്ചുകൊണ്ട് അല്പസമയം ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് അവസരം വിനിയോഗിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്കറിയാം, ഇന്നിൻ്റെ ലോകത്ത് ഭവിച്ചുകൊണ്ടിരിക്കുന്ന അനവധി സംഭവങ്ങളുടെ നടുവിലൂടെയാണ് മനുഷ്യ സമൂഹം ഇന്ന് തുഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും അപ്രതീക്ഷിതമായി നാം പ്രതീക്ഷിക്കാത്ത അനവധി സംഭവങ്ങൾ നമ്മുടെ കാൽച്ചുവട്ടിൽ വന്നു ചേരുകയാണ്. നമുക്ക് നമ്മുടെ നിലനിൽപ്പിനെ, നമ്മുടെ മുന്നേറ്റത്തെ ബാധിക്കുന്ന ഒട്ടനവധി സംഭവങ്ങളാണ് അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ നടുവിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പിടിച്ചു നിൽക്കുവാനോ സാഹചര്യങ്ങളുടെ നടുവിൽ മുന്നേറുവാനോ കഴിയാതെ അസ്വസ്ഥനായും നിരാശനായും ഒക്കെ തീരുന്ന സന്ദർഭങ്ങളുണ്ട്. എന്നാൽ അവന്റെ അകത്തലത്തിൽ പ്രത്യാശയും ധൈര്യവും നൽകി ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് ഉറപ്പിച്ച് ധൈര്യത്തോടെ നടത്തുന്ന ഒരു കരം എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. അത് അനുഭവിച്ച് ആത്മാവിൽ അറിയുന്ന ദൈവമക്കൾക്ക് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയും, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ആ ദൈവ സാന്നിധ്യത്തെക്കുറിച്ചും ദൈവിക ശബ്ദത്തെക്കുറിച്ചും അല്പസമയം തിരുവെഴുത്തിൽ നിന്ന് ഓർപ്പിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഈ വചനങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ധ്യാനത്തിന് വേണ്ടി പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യഭാഗം ഉദ്ധരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതിൻ്റെ 34 അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്നാൽ മുമ്പിലത്തെ പോലെ 2 കൽപ്പലക ചെത്തിക്കൊള്ളുക. എന്നാൽ നീ പൊട്ടിച്ചു കളഞ്ഞ മുമ്പിലത്തെ ആ വചനങ്ങളെ, മുമ്പിലത്തെ പലകയിൽ ഉണ്ടായിരുന്ന വചനങ്ങളെ ഞാൻ ആ പലകയിൽ എഴുതും. നീ രാവിലെ ഒരുങ്ങി രാവിലെ തന്നെ സീനായി പർവ്വതത്തിൽ കയറി പർവ്വതത്തിന്റെ മുകളിൽ എൻ്റെ സന്നിധിയിൽ വരേണം. ഈ സായാഹ്ന വേളയിൽ യഹോവയായ ദൈവം മോശയോട് അരുളി ചെയ്ത ഒരു സന്ദേശം നമുക്കറിയാം. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് കനാനിലേക്ക് കൊണ്ടുവരുന്ന ഒരു യാത്രയെക്കുറിച്ചാണ് പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നത്. ദീർഘവർഷങ്ങൾ മിസ്രൈമിൽ അടിമകളായിരുന്ന ഇസ്രായേൽ ജനം അവരൊരു വിടുതലിന് വേണ്ടി കൊതിച്ചു. എന്നാൽ അവരുടെ പിതാക്കന്മാരുടെ ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നു, നിങ്ങൾ അടിമകളായി ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നിങ്ങളെ വിടുവിച്ച്
വാഗ്ദത്ത കനാനിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം പറഞ്ഞാൽ തിരുവായി കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിക്കുമാറ് ദൈവത്തിന്റെ പ്രവൃത്തി തക്ക സമയത്ത് അവരുടെ നടുവിൽ വെളിപ്പെടുവാനിടയാണ്. ആ നിലകളിൽ മോശ മുഖാന്തരം ജനത്തെ വിടുവിച്ച് മുൻപോട്ട് കൊണ്ടുവരുന്ന ചരിത്രം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ജനം വിടുതൽ പ്രാപിച്ച് മുൻപോട്ട് വരികയാണ്. അങ്ങനെ മുൻപോട്ട് വന്നു, ചെങ്കടൽ കടന്നു. അവര് പ്രയാണം ചെയ്ത് ഏതാണ്ട് 3 മാസത്തെ യാത്രയ്ക്ക് അനന്തരം സീനായുടെ സമഭൂമിയിൽ അവരെത്തി. ഇസ്രായേൽ ജനം ഇസ്രായേലും വിട്ടിട്ട് ഇപ്പൊ 3 മാസമായി. സീനായുടെ സമഭൂമിയിൽ അവർ പാളയമടിച്ചു. ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ പർവ്വതത്തിൽ ഇറങ്ങും, നീ എന്റെ അടുക്കൽ വരണം. അതിന് ചില ക്രമീകരണങ്ങളൊക്കെ ദൈവം ജനത്തോട് പറയുകയുണ്ടായി. സീനായി പർവ്വതത്തിൽ മഹാദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുവാൻ പോകുകയാണ്. പർവ്വതമാളി കത്തും, പുകയും, അതിന്റെ അതിരുകളിലെങ്ങും മനുഷ്യൻ ചവിട്ടുവാൻ പാടില്ല, മൃഗങ്ങളൊന്നും ആ നിലകളിൽ മേയുവാൻ പാടില്ല. കാരണം ഈ പർവ്വതത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരികയാണ്. ദൈവം പറഞ്ഞ അതേ ആലോചനകൾ മോശ ജനത്തോട് പറഞ്ഞു. പർവ്വതത്തിലേക്ക് മോശ എത്തി. ദൈവ സാന്നിധ്യത്തിന്റെ നിറവിലും മറവിലും ദീർഘങ്ങളായ ചില ദിവസങ്ങൾ ദൈവവുമായുള്ള അഭിമുഖമായുള്ള സംഭാഷണത്തിൽ മോശ ആയിരുന്നു. ആ നിലകളിൽ ദൈവത്തോടുകൂടെ മോശ ആയിരുന്നപ്പോൾ ദൈവം അരുളി ചെയ്ത സന്ദേശങ്ങളാണ് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 1 തുടങ്ങിയ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? മോശയോട് സംസാരിച്ചു. ഇസ്രായേൽ ജനം ആചരിക്കേണ്ടതും പ്രമാണിക്കേണ്ടതും അവര് ദൈവത്തോടുള്ള ബന്ധത്തിൽ അവരെങ്ങനെ ആയിരിക്കണമെന്നും അവരുടെ ജീവിതത്തിൽ അവരനുഷ്ഠിക്കേണ്ടതുമായ ഒരുപിടി പ്രമാണങ്ങളും വിധികളും ചട്ടങ്ങളും ദൈവം അവർക്ക് നിയമിച്ചു. മാത്രമല്ല, അവരുടെ നടുവിൽ ദൈവം ഇറങ്ങി വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ സമാഗമന കൂടാരം എന്ന ആരാധനയുടെ ആലയത്തെക്കുറിച്ച് ദൈവം മോശയ്ക്ക് പ്രമാണം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ജനത്തിന്റെ നടുവിലേക്ക് ദൈവം ഇറങ്ങി വസിക്കുവാൻ ആഗ്രഹിച്ച് ദൈവം അവർക്ക് പ്രമാണം നൽകി. അന്നുവരെ അവരായിരുന്ന ആ നിലവാരത്തിൽ നിന്ന് വ്യത്യസ്തമായ ദൈവിക പ്രമാണത്തിൽ നടക്കുവാനും ദൈവത്തിന്റെ വിധികളും കൽപ്പനകളും കാത്തുകൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തരായി ജീവിപ്പാനും ദൈവം അവരെ വേർതിരിച്ചിരിക്കുന്നു. മറ്റുള്ള ജാതികളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വിശുദ്ധ ജനമാകേണ്ടതിന് ഞാൻ എൻ്റെ ജനത്തെ വേർതിരിച്ചിരിക്കുന്നു എന്ന് പല പ്രാവശ്യം ദൈവം തന്റെ ജനത്തോട് സംസാരിക്കുന്നതായുമൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാരണം എൻ്റെ ജനം എൻ്റെ കൽപ്പനകൾ അനുസരിക്കണം, എൻ്റെ പ്രമാണത്തിന് വേണ്ടി ജീവിക്കണം, അതനുസരിച്ച് മുൻപോട്ട് പോകണം. ഞാൻ അവരുടെ നടുവിൽ മഹത്വവാനായി എഴുന്നള്ളും. എന്നെ അവർ ആരാധിക്കുന്നവരായിരിക്കണം. ആരാധനയുടെ മഹത്വം ഞാൻ അവരുടെ നടുവിൽ വെളിപ്പെടുത്തുമെന്ന് ദൈവം തന്റെ ജനത്തോടുള്ള ബന്ധത്തിൽ അവരോട് ചേർന്നിരിപ്പാൻ ആഗ്രഹിച്ച് അവർക്ക് പ്രമാണങ്ങൾ കൊടുക്കുവാൻ തക്കവണ്ണം മോശയെ സീനായുടെ ഉയരങ്ങളിലേക്ക് വിളിച്ച് ദൈവം മോശയുമായി അഭിമുഖമായി സംസാരിക്കുന്ന ഭാഗങ്ങളാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാം, മോശയ്ക്ക് ദൈവം പ്രമാണം കൊടുത്തു. 2 കൽപ്പനകളിലായിട്ട് ദൈവം തന്റെ പ്രമാണം, പ്രത്യേകിച്ച് 10 കൽപ്പനകൾ. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുതെന്നും തുടങ്ങിയ 10 അതിപ്രധാനമായ കൽപ്പനകൾ സീനായുടെ ഉയരങ്ങളിൽ വെച്ച് ദൈവം മോശയുടെ കരങ്ങളിൽ കൊടുത്തു. പ്രമാണങ്ങളായിട്ട്, കൽപ്പനകളായിട്ട് കൊടുത്തു. പക്ഷെ സംഭവിച്ച ചരിത്രം നമുക്കറിയാം. ഉയരത്തിൽ നിന്ന് ദൈവത്തിങ്കൽ നിന്ന് പ്രാപിച്ച പ്രമാണവുമായി മോശ ഇറങ്ങി വരുമ്പോൾ ഇതാ സീനായുടെ അടിവാരത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ ഒരാരാധനയുടെ ശബ്ദം മോശ കേൾക്കുന്നു. ഒരു വലിയ
ആരവാരം കേൾക്കാം. ഭയങ്കരമായ ഡാൻസും നൃത്തവും ആരാധനയും കരഘോഷങ്ങളുമൊക്കെയായി മോശ പർവ്വതത്തിൻ്റെ ഓരത്ത് നിന്ന് ശ്രദ്ധിച്ചപ്പോൾ മോശയ്ക്ക് മനസ്സിലായി എന്തോ ജനത്തിൻ്റെ നടുവിൽ ആഘോഷപരമായി എന്തോ ഒരു ചടങ്ങ് നടക്കുക. കുറച്ചിങ്ങോട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് ഇതെന്താ സംഭവിച്ചത്. നമുക്കറിയാം, മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയി ദിവസങ്ങൾ ചിലത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ ഇരുന്ന മോശ, ഞങ്ങൾക്ക് ദൈവമായിരുന്ന മോശ, ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞ് ഞങ്ങളെ നടത്തിയ മോശ ഞങ്ങളുടെ കൂടെ ഇല്ല. അതുകൊണ്ടൊരു ദൈവത്തെ വേണമെന്ന് അഹരോനോട് പറഞ്ഞ് ഒരു കാളക്കുട്ടി ഉണ്ടാക്കി ഇവിടെ കാളക്കുട്ടി ആരാധന നടക്കുക. എവിടെ? സീനായുടെ അടിവാരത്തിൽ ഇസ്രായേലിൻ്റെ പാളയത്തിൽ ഇപ്പോൾ കാളക്കുട്ടി ആരാധന നടക്കുക. പ്രമാണവുമായിട്ട് മോശ ഇറങ്ങി വരിക. എന്താ പ്രമാണം? ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുത്, ഭൂമിയിലാകട്ടെ സ്വർഗത്തിലാകട്ടെ യാതൊന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കിയോ വണങ്ങുകയോ ചെയ്യരുത് എന്നൊക്കെയുള്ള അതിമഹത്തായ ദൈവിക പ്രമാണങ്ങളുടെ കൽപ്പലക മോശ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് തൻ്റെ ജനത്തിന് വേണ്ടി കൊടുക്കുവാൻ ഇറങ്ങി വരുമ്പോൾ ഇവിടെ പ്രമാണമെല്ലാം തകർത്ത് ഇതാ ആന്യാരാധന എന്ന് പറഞ്ഞാൽ കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിൻ്റെ മുൻപിൽ നൃത്തം ചെയ്യുക. അവിടെ വായിക്കുന്ന ആ അധ്യായത്തിൽ വായിക്കുന്ന ഭാഗങ്ങളുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ജനം നഗ്നരായി. ആകപ്പാടെ ആരാധന അങ്ങോട്ട് മൂത്ത് കഴിഞ്ഞപ്പോൾ, കാളക്കുട്ടി ആരാധനയല്ലേ, ജനമെല്ലാം കൂടെ വല്ലാത്തൊരു അന്തരീക്ഷത്തിലായി. അതിനകത്തെ ശക്തി വേറെ ഒന്നാണല്ലോ, അതങ്ങോട്ട് വ്യാപരിക്കാൻ തുടങ്ങി. വല്ലാത്തൊരു അന്തരീക്ഷം. എന്നാൽ മോശ പ്രമാണവുമായിട്ട് ഇറങ്ങി വന്നപ്പോൾ ഇത് കണ്ട മോശയ്ക്ക് വലിയ കോപമുണ്ടായി. അന്യ പ്രമാണങ്ങളിലൂടെ കടന്നു പോകുന്ന ജനത്തെ മോശയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇത്രയും നാൾ ദൈവത്തിൻ്റെ വിടുതലുകളും ദൈവിക കൃപകളും ദൈവികമായ മഹത്വവും ഒക്കെ കണ്ടറിഞ്ഞ് വെള്ളമില്ലാത്തവിടെ വെള്ളം, മന്ന ഇല്ലാത്തവിടെ മന്ന, ജനം കെടുതികളാൽ വലഞ്ഞ സമയത്ത് ചെങ്കടലിനെ രണ്ടായി വിഭജിച്ച് അതിൻ്റെ നടുവിലൂടെ ചെങ്കൽ പാത ഒരുക്കി നടത്തിയ ദൈവത്തിൻ്റെ ദിവ്യ സാന്നിധ്യം അനവധി പ്രാവശ്യം അനുഭവിച്ച ജനം ദൈവത്തിന്റെ പ്രമാണം വിട്ട് ഇതാ പാപത്തിലേക്ക് തിരിഞ്ഞപ്പോൾ മോശയ്ക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. താൻ എന്ത് ചെയ്തു? ആ കൊണ്ടുവന്ന പ്രമാണം തച്ചുടച്ച് പ്രമാണം മുഴുവൻ ഉടച്ചു കളഞ്ഞതായി നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതരെ, ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഈ മരുഭൂമി യാത്രയിൽ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് ഒരു വാഗ്ദത്ത കനാനിലേക്കുള്ള യാത്രക്കാരാണ് നാം. എന്നാൽ നമുക്ക് നമ്മുടെ സാഹചര്യം അനുസരിച്ച് ദൈവം പലതും തന്ന് നമ്മെ സഹായിച്ചെന്ന് വരാം. നമ്മുടെ ജീവിതത്തിൽ നന്മ തന്നെന്ന് വരാം, അനുഗ്രഹങ്ങൾ തന്നെന്ന് വരാം. അതൊക്കെ ദൈവം നമുക്ക് തരുന്നതാണ്. അത് നന്മയാണ്. നിശ്ചയമായും അത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നത് ഒരനുഗ്രഹം തന്നെയാണ്. എന്നാൽ മറുവശത്ത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ നന്മ മാത്രം പ്രാപിച്ച് അത് മാത്രം ഭക്ഷിച്ച് അതിൽ നിന്ന് മാത്രം അനുഭവിച്ച് തൃപ്തരായി പോകുക എന്നുള്ളതല്ല. ദൈവത്തിന്റെ ചില പ്രമാണങ്ങൾക്ക് വേണ്ടി ഈ മരുഭൂമി യാത്രയിൽ നിലകൊള്ളുവാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കാരണം ദൈവജനം എന്ന് പറയുന്നത്
കുത്തഴിഞ്ഞ ഒരു പുസ്തകമല്ല. എങ്ങനെയെങ്കിലും ജീവിക്കുന്ന ഒരു കൂട്ടം ജനമല്ല ദൈവമക്കൾ എന്ന് പറയുന്നത്. മറിച്ച് അവർക്ക് ദൈവം പ്രമാണം കൊടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവർ നടക്കേണ്ടുന്ന നടപ്പ്, അവരുടെ ജീവിത രീതികൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അവരായിരിക്കേണ്ട ആരാധന, അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, ഇതെല്ലാം ദൈവം ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി എഴുതപ്പെട്ട ചില പ്രമാണങ്ങൾ മോശ മുഖാന്തരം ദൈവം കൊടുത്തയക്കുമ്പോൾ നമുക്കറിയാം പിശാച് ചെയ്ത പദ്ധതി എന്താ? അതിനെയെല്ലാം പൊളിച്ചടുക്കി ആത്മീയമായ ആരാധനയും ദൈവികമായ നടുവിൽ പ്രകസനമായ കാളക്കുട്ടിയുടെ ശക്തിയേറിയ അതേ നിലവാരത്തിലുള്ള ശബ്ദവും ആരാധനയും അതിൻ്റെതായിരിക്കുന്ന നിലയിലുള്ളതായിരിക്കുന്ന പ്രവൃത്തികളുമൊക്കെ ഉയർന്നു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദമാണ് നമ്മുടെ നടുവിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദൈവ സാന്നിധ്യത്തിന്റെ നിയന്ത്രണവും നിയമങ്ങളും ദൈവജനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് എപ്പോഴും തന്റെ ജനത്തോട് ചേർന്നിരിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ പ്രമാണം നൽകി ആ പ്രമാണത്തിനൊത്തവണ്ണം ജീവിച്ച് മുന്നേറുവാനായിട്ടാണ് ദൈവം തന്റെ ജനത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ മറുവശത്ത് സംഭവിച്ചത് എന്താണെന്നറിയാമോ? പ്രമാണം ഉടച്ചു കളഞ്ഞു. ഇതാ ദൈവം കൊടുത്ത പ്രമാണം. ഒന്നുകൂടെ പറഞ്ഞാൽ, ഉയരത്തിൽ നിന്ന് കൊണ്ടുവന്ന കൽപ്പലക ഉടച്ചു. സ്തോത്രം. അതിനുശേഷം മോശയോട് ദൈവം പറയുകയാണ്, നീ 2 കൽപ്പലകൾ ചെത്തി എന്റെ സന്നിധിയിലേക്ക് വീണ്ടും കരേറി വരിക. നഷ്ടപ്പെട്ടു പോയത് ഏത് കൽപ്പലകയാ? ഉയരത്തിൽ നിന്ന് ദൈവത്താൽ നൽകപ്പെട്ട കൽപ്പലകയാണ്. അതാണ് ഉടഞ്ഞു പോയത്. അതേതാണെന്നറിയാമോ? നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ്. അവൻ കാൽവറിയിൽ ഉടഞ്ഞില്ലേ? ഉടഞ്ഞു. വലിയ പ്രമാണമായവൻ. ഒന്നുകൂടെ പറഞ്ഞാൽ, ആദ്യത്തെ കൽപ്പനകൾ തകർക്കപ്പെട്ടതുപോലെ ക്രിസ്തു ക്രൂശിൽ മാനവജാതിയുടെ പാപം മുഖാന്തരം, സ്തോത്രം, തകർക്കപ്പെട്ടൊരു കാഴ്ചയല്ലേ സത്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അത് മുഖാന്തരം എന്ത് ചെയ്തു? വിശുദ്ധന്മാർ ദൈവപ്രമാണങ്ങൾ അവരുടെ മാംസല ഹൃദയങ്ങളിലേക്ക് ദൈവത്താൽ എഴുതത്തക്ക നിലയിൽ ദൈവം നമ്മെ ഒന്ന് ചെത്തി വെടിപ്പാക്കി അവന്റെ അടുക്കൽ അവന്റെ പ്രമാണത്തിന് വേണ്ടി കേറി വരാനായിട്ട് മോശയോട് പറയുകയാ. ദൈവം പ്രമാണം എഴുതി വച്ചിരുന്ന ആ ശ്രേഷ്ഠമായ പലക, ആ ഉന്നതമായ ഉയരങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന ആ കൽപ്പലക ഉടഞ്ഞുപോയി പാപം മുഖാന്തരം. എന്നാൽ ഇവിടെ മോശയോട് പറയുക, നീ 2 കൽപ്പലക ചെത്തി എന്റെ സന്ധിയിലേക്ക് വരിക. ദൈവത്തിന് ഇനി പ്രമാണം എഴുതുവാനുള്ളത് തൻ്റെ വിശുദ്ധന്മാരുടെ ഹൃദയത്തിലാ, മാംസളമായ ഹൃദയത്തിലാ. കൊരിന്ത്യർ ലേഖനത്തിൽ പഠിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവത്താൽ എഴുതപ്പെടുന്ന ദൈവത്തിൻ്റെ പത്രങ്ങളായി മാറുന്ന ചില ഹൃദയങ്ങളെയാണ് ദൈവത്തിന് ഈ ദിവസങ്ങളിൽ തൻ്റെ പ്രമാണത്തിന് വേണ്ടി ദേശത്ത് നിലനിർത്തുവാനുള്ളത്. എന്നും നാം രാവിലെ പത്രം വരുമ്പോൾ വാർത്തകൾ മനസ്സിലാക്കുവാനായിട്ട് എടുത്തു വായിക്കാറുണ്ട്. നിര്യാതര എന്ന് പറയുന്നൊരു കോളമുണ്ട്. അതിനകത്ത് നമുക്ക് അറിവിൽപ്പെട്ട ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്നറിയാൻ പെട്ടെന്ന് ആ കോളം എടുത്ത് നോക്കാറുണ്ട്. ഇതുപോലെ മനോരമയുടെ പത്രത്തിൽ വരുന്ന വാർത്തകൾ എന്താണെന്ന് പലരും ശ്രദ്ധിക്കുന്നത് പോൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ദൈവത്തിൻ്റെ പത്രങ്ങളാ, നാം ദൈവത്തിൻ്റെ പത്രങ്ങളാ. കാരണം നമ്മെ ചെത്തി പരിശുദ്ധാത്മാവ് നമ്മിലൂടെ ചിലത് എഴുതി ചില പ്രമാണങ്ങൾ ദേശത്തിന്റെ നടുവിൽ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അത് കേവലം മഷി കൊണ്ടല്ല, പിന്നെയോ ദൈവത്തിന്റെ ആത്മാവിൽ. അങ്ങനെയാ പറയുന്നത്. കല്ലിന്മേൽ എഴുതപ്പെട്ട പ്രമാണങ്ങൾ അത് ഉടഞ്ഞുപോയി.
അത് തകർന്നുപോയി. എന്നാൽ തകരാത്ത ഒന്ന് നിന്റെ അകത്ത് ദൈവം എഴുതുവാൻ ആഗ്രഹിക്കുക. സ്തോത്രം. ചിലതിനെ തകർത്തുകൊണ്ട് ദൈവം നിന്നെ വീണ്ടെടുത്തത് തൻ്റെ പുത്രനെ ക്രൂശിൽ തകർത്തുകൊണ്ട് നിന്റെ അകത്തലങ്ങളിൽ ദൈവത്തിൻ്റെ പ്രമാണത്തിൻ്റെ അതിശ്രേഷ്ഠമായ ഒരു അനുഭവത്തിലേക്ക്, ആഴങ്ങളിലേക്ക് ദൈവം നിന്നെ നടത്തിയെടുത്ത് ദേശത്ത് ദൈവത്തിൻ്റെ പത്രമായി അനേകർക്ക് വായിക്കാവുന്ന നിലയിൽ ഒരു പ്രമാണമായിരിക്കാൻ മോശയോട് ദൈവം പറഞ്ഞു, നീ എന്ത് ചെയ്യണം? കൽപ്പലക ചെത്തിക്കൊണ്ടുവരണം. ആമേൻ. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവദാസിദാസന്മാരോട് ഇന്ന് സായാഹ്ന വേളയിൽ ഒരു സന്ദേശം പറയട്ടെ. മാനവവർഗത്തിന്റെ പാപം മുഖാന്തരം തകർക്കപ്പെട്ട ഒരുവനുണ്ട്. കാൽവരി ക്രൂശിൽ ദൈവത്തിന്റെ പ്രമാണം മുഴുവൻ തന്നിൽ തന്നെ വഹിച്ചുകൊണ്ട് മാനവവർഗത്തിന്റെ വീണ്ടെടുപ്പിനും വിടുതലിനും വേണ്ടി ഇഹലോകത്തിലേക്ക് വന്നപ്പോൾ അത് കാൽവറിയിൽ തകർത്തുകൊണ്ട് തൻ്റെ ജനത്തിന്റെ ഉദ്ധാരണത്തിനും വീണ്ടെടുപ്പിനും വേണ്ടി ആമേൻ തകർന്നെങ്കിൽ ഒരു കാര്യം വ്യക്തമായി പറയട്ടെ, എന്നെയും നിന്നെയും ദൈവം രൂപപ്പെടുത്തിയെടുത്ത് നാം ആയിരുന്ന പരിസ്ഥിതിയിൽ നമ്മെ ചെത്തി വെടിപ്പാക്കി ശുദ്ധീകരിച്ച് നമ്മിൽ ദൈവം തന്റെ പ്രമാണം എഴുതി മറ്റുള്ളവരുടെ നടുവിൽ വിശിഷ്ടമായ ചില ദൈവിക പ്രമാണത്തിന്റെ സാക്ഷികളായി തീരേണ്ടതിന് നമ്മെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം എത്ര ദൈവമക്കൾക്കുണ്ട് എന്നുള്ളത് ഞാൻ ചോദിക്കുകയാണ്. നമ്മെ ദൈവം വിളിച്ചിരിക്കുന്ന വിളിയുടെ ആ ശ്രേഷ്ഠമായ അനുഭവം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തിന്റെ പ്രമാണത്തിന് വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്. പ്രമാണമില്ലാത്ത ജനമാണ് ഇപ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എങ്ങനെയും ജീവിക്കുക, എതിനെയും പോവുക, എന്തും ചെയ്യുക. അയ്യോ, ഓരോ ദിവസങ്ങളിലെയും പത്രവാർത്തകൾ കാണുമ്പോൾ ഞെട്ടിപ്പോകാറുണ്ട്. ഇതിന്റെ നടുവിൽ ദൈവത്താൽ പ്രാപിക്കപ്പെട്ട പ്രമാണമുള്ള ഒരു കൂട്ടം ജനം, അതാരാണെന്നറിയാമോ? ദൈവത്തിന്റെ വിശുദ്ധന്മാർ. വിശുദ്ധന്മാരെന്നവിടെ പറയുന്ന പദം സെപ്പറേറ്റ്, വേർതിരിക്കപ്പെട്ടവരെന്ന, ഗാഗിയോസ്, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടം ജനം. സ്തോത്രം. എങ്ങനെങ്കിലും ജീവിക്കുന്നവരല്ല, ദൈവത്തിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് മാറ്റി നിർത്തപ്പെട്ട ജനം. ആമേൻ. ലോകം കാണത്തക്ക നിലയിൽ ഞാനും നീയും ദൈവത്തിൻ്റെതാണെന്ന് വ്യക്തമായി വെളിപ്പെടത്തക്ക നിലയിൽ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മെ സ്വർഗം മാറ്റി നിർത്തി ചെത്തി മിനുക്കി തന്റെ പ്രമാണം നമ്മുടെ അകത്തലത്തിൽ എഴുതിയെങ്കിൽ ഈ ദിനങ്ങളിൽ ദൈവിക പ്രമാണത്തിന്റെ സാക്ഷികളായി നിലകൊള്ളുവാൻ തക്കവണ്ണം ദൈവജനത്തിന് ദൈവം അവിടുന്ന് കൃപ നൽകട്ടെ. നമുക്കറിയാം, ഒരു കൊച്ചു കുഞ്ഞിനെ അതിൻ്റെ മാതാവ് എന്നും രാവിലെ പല്ല് തേക്കാൻ പഠിപ്പിക്കും. കാരണം അത് കുഞ്ഞായിരിക്കുമ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ ഉടനെ ബ്രഷ് എടുക്കണം, അതിനകത്ത് പേസ്റ്റ് വെച്ച് പല്ല് തേക്കണമെന്ന് ആ കൊച്ചിനറിയത്തില്ല. അതങ്ങനെ ചെയ്യാറില്ല. അതിന് കിട്ടുന്നത് രാവിലെ ബിസ്ക്കറ്റ് ആണെങ്കിലും ശരി, റൊട്ടിയാണെങ്കിലും ശരി, ഇച്ചിരി വളർന്നു കഴിഞ്ഞാൽ ആ കൊച്ച് അത് കഴിക്കാനാ ആദ്യം ആ കൊച്ചിന് താല്പര്യം. പക്ഷേ ഈ കുഞ്ഞിനെ അത് വളർന്നു വരുന്ന പ്രായത്തിൽ ആ മാതാവ് ചെയ്യിക്കുന്നൊരു കാര്യമുണ്ട്. ചെറിയ ബ്രഷ് വാങ്ങി അതിനകത്ത് അല്പ പേസ്റ്റും വെച്ച് അതിനെ പല്ല് തേപ്പിക്കും. കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോകും, ചില മാസങ്ങൾ മുന്നോട്ട് പോയെന്ന് വരാം. പക്ഷേ പിന്നീട് സംഭവിക്കുന്ന എന്നാന്നറിയാമോ? ആ കുഞ്ഞു വളർന്നതിന് ശേഷം ആ മാതാവ് പിന്നെ ബ്രഷും കൊണ്ട് ചെല്ലേണ്ട കാര്യമില്ല, പേസ്റ്റ് എടുത്തുകൊണ്ട് ചെല്ലേണ്ട കാര്യമില്ല. ആ കുഞ്ഞിനറിയാം രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യേണ്ടത് പല്ല് തേക്കണം. അത് ആ കുഞ്ഞിന് ഒരു പാഠമാണ്. സ്തോത്രം. അതിൻ്റെ വളർച്ച അങ്ങോട്ട് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ചെയ്യേണ്ടത് അതിൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ തന്നെ എഴുതപ്പെട്ടിരിക്കുക. ചെറിയ പ്രായത്തിൽ ഒന്നും അറിയാൻ മേലാത്ത പ്രായത്തിൽ അത് ചെയ്യത്തില്ലായിരുന്നു. എന്നാൽ അത് മനസ്സിലാക്കി അതിൻ്റെ പാഠങ്ങൾ അതിൻ്റെ അകത്ത് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ആരും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കണ്ട, കുഞ്ഞെ എഴുന്നേക്ക്, പല്ല് തേക്ക്,
എന്നാലും പ്രായമുള്ളവർ പറയാറുണ്ട്, എന്നാലും ആ കുഞ്ഞിനറിയാം എഴുന്നേറ്റാൽ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ആഹാരം കഴിക്കുന്നതിന് മുമ്പ് പല്ല് തേക്കണം. ഇതുപോലെയാണ് ദൈവിക പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവമക്കൾ കേട്ടോ. പലരോടും പലതും പറയണം, സ്തോത്രം പറ, ഹല്ലേലൂയ പറ, ആരാധിക്ക്. അതിൻ്റെ കാര്യം എന്നറിയാവോ? ആത്മീയ വളർച്ച മുരടിച്ചു പോയെന്നുള്ളതാ. ആത്മീയമായി വളർന്നിട്ടില്ല. നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും ഒരു കൊട്ട എന്ന് കേട്ടിട്ടില്ലേ? ഒരു പരുവത്തിലും പരുവക്കേടിലും ഇങ്ങനെ അങ്ങ് പോവുക. അങ്ങനെ പോകുന്നവരെ കൊണ്ട് പറഞ്ഞു പറയിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. പക്ഷെ പ്രമാണം അകത്തെഴുതിയിട്ടുള്ളവരോട് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. അവർക്കറിയാം സ്തോത്രം പറഞ്ഞേ പറ്റൂ. കാരണം സ്തോത്രം പറയുന്നത് ഉപദേശിയെ ബോധിപ്പിക്കാനല്ല, മറ്റുള്ളവരെ കേൾപ്പിക്കാനല്ല. അകത്തലത്തിൽ ആത്മാവിൽ ദൈവത്തിന് നന്ദിയുള്ളൊരു ഹൃദയം ജീവിതത്തിൽ ആമേൻ ഉണ്ട്. അത് അകത്തലത്തിൽ എഴുതപ്പെട്ട ദൈവിക പ്രമാണമാകുമ്പോൾ അതിനകത്തുനിന്നറിയാതെ സ്തോത്രങ്ങൾ വരും. ആമേൻ. യേശുവിന്റെ സാക്ഷിയായി തീരണമെന്ന് പ്രത്യേകം പറഞ്ഞറിയിക്കണ്ട. അതിന്റെ കാരണം ആമേൻ കർത്താവ് തന്നെ ഈ പ്രമാണം അകത്തെഴുതി തന്നിരിക്കുന്നതാ. എന്താ എഴുതിയിരിക്കുന്നത്? നീ ഭൂലോകത്തിലൊക്കെയും പോയി എന്റെ സാക്ഷിയാകണമെന്നുള്ളത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി അകത്ത് കയറിയപ്പോ തന്നെ ആത്മാവ് അനുദിനം സംസാരിക്കുന്ന ഒരു സന്ദേശമാ. മറ്റാരും പ്രത്യേകിച്ച് ആമേൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ചെറിയ പ്രായമായിരുന്നപ്പോൾ അതിനുവേണ്ടി ഒരുക്കി രക്ഷിക്കപ്പെട്ട കാലത്ത് ദൈവദാസന്മാർ അതിന്റെ ചാലുകൾ പറഞ്ഞു തന്നു. എന്നാൽ ജീവിതത്തിൽ ആത്മീയമായി വളർന്നു കഴിയുമ്പോൾ കർത്താവിന്റെ സാക്ഷ്യം വഹിക്കണമെന്നുള്ളത് ആരും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത് ആത്മീയ വളർച്ച പോലിരിക്കും. നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവിക പ്രമാണങ്ങളും ദൈവത്തിന്റെ കൽപ്പനകളും ഉള്ളതുപോലെ അനുസരിപ്പാൻ നമുക്ക് കഴിയുന്നത്. പലരും ആത്മീയമായി മുരടിച്ചുപോയി. ആമേൻ. ആത്മീയ വളർച്ചയില്ല. നാം ഇങ്ങനെ വായിക്കുന്നല്ലോ, നിങ്ങൾക്ക് ആമേൻ പല നാളുകൾ വർഷങ്ങളൊക്കെ പറയാൻ കഴിയുമെങ്കിലും ഇന്നും നിങ്ങൾ മന്ദതയുള്ളവരാ. കേൾക്കുന്തോറും മന്ദത വർദ്ധിക്കുന്നതല്ലാതെ ഒരു വളർച്ച ഉണ്ടാകുന്നില്ല. എബ്രായ വിശ്വാസികളോട് പറയുന്ന പദങ്ങൾ നമുക്കറിയാമല്ലോ. നിങ്ങൾ വചനം കേൾക്കാത്തവരല്ല, കേൾക്കുന്നവരാ. പക്ഷെ അത് കേൾക്കുന്നവരും മന്ദത വരിക. അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്തോത്രം, കുഴഞ്ഞ മുഴങ്കാലുകളെ നിവർക്കണം. ആമേൻ. മുഴങ്കാല് കുഴഞ്ഞു പോയി. ഒരു സമയത്ത് നല്ലതുപോലെ മുഴങ്കാൽമേലിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ മുഴങ്കാല് കുഴഞ്ഞു. ആമേൻ. അതുകൊണ്ട് അതിനെ ഒന്ന് നിവർക്കണമെന്നാ വായിക്കുന്നത്. ആ ഇരിക്കുന്ന പരുവത്തിൽ ഇരിക്കരുത്. ആമേൻ. ആ പരുവക്കേട് സംഭവിച്ചതെല്ലാം മനസ്സിലാക്കി മുഴങ്കാലുകളെ നിവർത്ത് ഹൃദയങ്ങളെ ഒരുക്കി ആത്മീയമായി ശക്തി പ്രാപിച്ച് ഈ ദിവസങ്ങളിൽ ദൈവജനമൊന്ന് മടങ്ങി വന്ന് ദൈവം നമ്മുടെ അകത്ത് തന്നിരിക്കുന്ന പ്രമാണങ്ങൾ ഈ ദിവസങ്ങൾ ഉള്ളതുപോലെ വെളിപ്പെടുത്തുവാൻ കഴിഞ്ഞാൽ ദേശത്തിന്റെ നടുവിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീരും. ഒരു വലിയ ഉണർവിന് വേണ്ടി നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നമുക്കറിയാം ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് കേരളക്കരയിൽ ഒരു ഇലക്ഷന്റെ റിസൾട്ട് അറിയുവാൻ ആളുകൾ വെമ്പൽ കൊള്ളുകയാണ്. എന്നാൽ അതിനേക്കാൾ ഒരു ദൈവപൈതലിന്റെ അകത്ത് കത്തുന്ന ഒരു തീയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരു ആത്മീയ ഉണർവിന് വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു കൂട്ടം ജനം ഇവിടെയുണ്ട്. രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടണമെന്നും പാപികൾ മനസാന്തരത്തിലേക്ക് തിരിയണമെന്നും ദൈവസഭകൾ അനുഗ്രഹിക്കപ്പെടണമെന്നും ഇന്ന് ദൈവസഭകളെ മതിച്ചുകൊണ്ടിരിക്കുന്ന അനവധി സാധാന്യമായിരിക്കുന്ന പല പരിപാടികളും അവൻ തകർന്നു മാറിയിട്ട് ജനം ദൈവികമായ വാക്തത്വങ്ങളിലും വചനങ്ങളിലും മടങ്ങി വന്ന് ദൈവ സാന്നിധ്യം അനുഭവിച്ച് ദേശം മുഴുവൻ വിടുവിക്കപ്പെടുന്ന ഒരു ദൈവിക നന്മ കാണേണ്ടതിന് ഈ ദിവസങ്ങളിൽ ദൈവജനം വളരെ അത്യാർത്ഥിയോടെ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയും ചെയ്യുക. ഇതിന്റെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ഓർപ്പിക്കുന്ന ഒരു കാര്യം, ആ ഉണർവ് എന്നിലും നിന്നിലും വേണം ആരംഭിക്കാൻ. ആമേൻ. നിങ്ങളിൽ ഒരു ഉണർവ്
ആരംഭിക്കണം. ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിൽ വേണം ആ പ്രാർത്ഥന ആരംഭിക്കുവാൻ, നിങ്ങളിൽ വേണം ആ ശക്തി വെളിപ്പെടുവാൻ. എന്നെ കേൾക്കുന്ന മാന്യ സഹോദര സഹോദരി, ദൈവം നിന്നെ വിളിച്ചത് എന്തിനാ? ദൈവത്തിന്റെ പ്രമാണങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവികമായ വളർച്ച പ്രാപിച്ച് ആത്മാവിനും ശരീരത്തിലും ഈ ദിവസങ്ങളിൽ ദൈവിക പ്രമാണത്തിനൊത്തവണ്ണം ജീവിതം നയിക്കുന്ന ദൈവത്തിന്റെ പത്രമായി നീ മാറുമ്പോൾ നിന്നിലൂടെ അനേകര് വിടുവിക്കപ്പെട്ട നിലയിൽ, അനേകരുടെ ജീവിതം ധന്യമാകത്തക്ക നിലയിൽ വരുന്ന ലേഖനത്തിൽ പൗലോസ് പറയുന്നത് അതേ പ്രതിമയായി നാം രൂപാന്തരപ്പെടുന്നു എന്ന. ആമേൻ. മൂടുപടം നീങ്ങിയ മുഖത്ത് ആ തേജസ്സിന്റെ കണ്ണാടി പോലുള്ള ആ അനുഭവം, ആ തേജസ് നമ്മുടെ മേൽ വെളിപ്പെട്ടിട്ട് ആ തേജസ്സിന്റെ അതേ പ്രതിരൂപമായി, ആ രൂപമായി എന്നെയും നിന്നെയും മാറ്റിയെടുക്കുന്നത് ദൈവത്തിന്റെ ഏറ്റവും ഉദാത്തമായ ദൈവികമായ പ്രവൃത്തി എന്ന് പറയുന്നത് കേവലം കുറച്ച് സ്തോത്രം പറഞ്ഞ് ഒരു പാട്ടുപാടി എന്തെങ്കിലും നടത്തി ഒരു ശുശ്രൂഷകൾ നിർവഹിച്ച് ആമേൻ പറയുകയല്ല. പിന്നെയോ ആ സ്വരൂപവും ആ രൂപവും നമ്മളിവിടെ പുറത്തു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങളെ കുറിച്ച് ഞാൻ ഈറ്റുനോവുള്ളവനായിരിക്കുന്നു. അതിന്റെ കാരണം ക്രിസ്തു നിങ്ങളിൽ ഉരുവാകണം, ക്രിസ്തു നമ്മിൽ വെളിപ്പെടണം, ക്രിസ്തുവിന്റെ സ്വരൂപം നമ്മിൽ വെളിപ്പെടണം. ക്രിസ്തു എന്താണോ, ക്രിസ്തു ആരാണോ അതാർക്കും അറിയത്തില്ല. പക്ഷേ ആ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാനാണ് ദൈവത്തിന്റെ പത്രങ്ങളാക്കി ദൈവം നമ്മെ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്റെ ചിന്തയിലേക്ക് മടങ്ങി വരട്ടെ. സമയം വളരെ വേഗം മുൻപോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നല്ലോ. ദൈവം മോശയോട് പറയുക, പ്രമാണങ്ങൾ തകർക്കപ്പെട്ടു പോയി. ആമേൻ. എന്നാൽ എനിക്ക് തന്റെ ജനത്തിന്റെ നടുവിൽ പ്രമാണം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? കൽപ്പലക ചെത്തിക്കൊണ്ട് എന്റെ സന്നിധിയിലേക്ക് വരണം. എന്ത് ചെയ്യണം? ചെത്തണം, നല്ലതുപോലെ ചെത്തണം. ദൈവം എഴുതാൻ തയ്യാറാ, പക്ഷെ ചെത്താൻ നാം തയ്യാറാകുമോ? ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്ന ഒരു കാര്യം, നമുക്ക് നമ്മെ തന്നെ ഒന്ന് ചെത്തി വെടിപ്പാക്കുവാൻ, ജീവിതത്തിൽ പറ്റിയ കറകളും കളങ്കങ്ങളും പരാജയങ്ങളും കഴിച്ചു മുഴിച്ചതുപോലെ അവിടെ ഇവിടെയൊക്കെ വല്ലാത്ത പരുവത്തിലിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ചെത്തി മിനുസപ്പെടുത്താൻ. കാരണം ദൈവത്തിന്റെ കരതലങ്ങൾ നിന്റെ മേൽ ചലിക്കേണ്ട സമയമായി, നിന്നിലൂടെ ചില പ്രവൃത്തികൾ വെളിപ്പെടേണ്ട സമയമായി. പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്ന ഒരു സായാഹ്ന വേളയാ. ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി നിന്റെ ജീവിതത്തിലൂടെ ദൈവകരതലങ്ങൾ ശക്തമായ ഭാഷയിൽ ചിലത് വെളിപ്പെടുത്തുവാൻ താല്പര്യപ്പെടുമ്പോൾ, ജീവിതത്തിൽ ആകാത്തതും ചേരാത്തതും ദൈവഹിതമല്ലാത്തതുമായ ചിലതിനെ ഒന്ന് ചെത്തി വെടിപ്പാക്കി ശുദ്ധീകരിച്ച് തങ്ങളെ തന്നെ ഒരുക്കാൻ തയ്യാറാകുമെങ്കിൽ ഞാൻ പറയാം, ദൈവത്തിന്റെ കരതലങ്ങൾ നിന്നിലൂടെ എഴുതാൻ പോകുകയാണ്. ദൈവം തന്റെ കരങ്ങൾ നിന്നിലൂടെ ചലിപ്പിക്കാൻ പോകുകയാണ്. നമുക്കറിയാം, ദൈവസന്നിധിയിൽ സമാഗമന കൂടാരത്തെ കുറിച്ചൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമാഗമന കൂടാരത്തിന്റെ അന്താഴങ്ങളും പലകളും അതിന്റെ ചരിത്രമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതെല്ലാം കതിരമരം കൊണ്ടാണ്. കതിരമരത്തിന്റെ പ്രത്യേകത എന്താ? എപ്പോഴും മുള്ളും വേരും. അതിങ്ങനെ പല നല്ല നല്ല ദേവദാരു പോലെയുള്ള നല്ല നല്ല മരങ്ങളുണ്ടെങ്കിലും ദൈവം മോശയോട് പറഞ്ഞു, പ്രാകാരങ്ങളിൽ ഈ തൂണുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ, അന്താഴങ്ങളൊക്കെ ചലിത്തുമ്പോൾ അത് കതിരമരം കൊണ്ടായിരിക്കണം. മോശയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം, ദൈവമേ, കതിരമരം എന്ന് പറയുന്നത് പെട്ടെന്ന് എത്ര ചിന്തയിലിട്ടാലും അതിനകത്തെ ആരിങ്ങനെ പൊങ്ങി പൊങ്ങി വരികയല്ലാതെ അതൊന്ന് മിനുസപ്പെടുത്തി എടുക്കാൻ വലിയ പാടാ. അങ്ങനെയുള്ളൊരു സൈസ് തടിയായി കതിരമരം. പക്ഷെ ദൈവം പറഞ്ഞു, അത് വേണം എൻ്റെ ആലയത്തിൽ വരാൻ. എൻ്റെ ആലയത്തിൽ ആ കതിരമരം കൊണ്ട് വേണം പലകൾ ഉണ്ടാക്കുവാൻ. ഈ 48 പലകൾ അതിനെ അന്താഴം കൊണ്ട് ചേർത്ത് വെച്ച് അതിനകത്ത് വിളക്കും കാഴ്ചയപ്പത്തിൻ്റെ മേശയും ശുശ്രൂഷകളുമൊക്കെ നടക്കാൻ
അതിനോട് ചേർന്നിരുന്ന് ഈ പലകളെ യോജിപ്പിച്ച് ഇതിനകത്ത് കാറ്റടിക്കാതെ, മരുഭൂമിയിലെ കാറ്റ് കടന്നു വരാതെ, ശുശ്രൂഷകൾക്ക് കേടുവരാതെ ഇതിനെ യോജിപ്പിച്ച് ഇതിനെ ചേർത്ത് നിർത്താൻ കതിരമരം വേണമെന്ന് പറഞ്ഞു. കതിരമരം എന്ന് പറയുന്നത് അത് വലിയ പാടുള്ള മരമാണ്. വെട്ടി മുറിച്ച് കൊണ്ടുവന്നാൽ തന്നെ അതിനെ ചിന്തയിലിട്ട് എത്ര ശരിയാക്കിയാലും ആര് പൊങ്ങിക്കൊണ്ടിരിക്കും. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, ചെത്തണം, അതിനെ ചെത്തി വെടിപ്പാക്കി അതിൻ്റെ ആരുകൾ ചേർത്ത് മുറിച്ചു കളഞ്ഞ് നല്ല മിനുസമാക്കണം. എന്തിനാ? ദൈവത്തിൻ്റെ ആലയത്തിൽ അകത്തലങ്ങളിൽ പുരോഹിതന്മാരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവാലയത്തിൻ്റെ പങ്ക് ഓഹരിയായി ഇതിനെ ദൈവം എന്ത് ചെയ്തിരിക്കുക? പലകയാക്കി രൂപാന്തരപ്പെടുത്തിയിരിക്കുക. ആമേൻ. ഇതിൻ്റെ പഴയ പരുവത്തിലൊന്നുമല്ല ഇതിനെ ഇപ്പൊ ഇതിനകത്ത് കൊണ്ടുവന്നപ്പോൾ നിർത്തിയിരിക്കുന്നത്. ഇതിനെ പൊന്നു പൊതിഞ്ഞു കേട്ടോ, പൊന്നു പൊതിഞ്ഞു. ദൈവത്തിൻ്റെ വിശ്വസ്തത ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാട്ടിൽ നിന്നപ്പോൾ കതിരമരമായിരുന്നു, ചിന്തയിലിട്ടാലും കയറത്തില്ലായിരുന്നു. ആര് പൊങ്ങി വരുമായിരുന്നു. ആലയത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ, ഇത് ആരാധനയ്ക്ക് രൂപപ്പെടുത്തി എടുത്തു കഴിഞ്ഞപ്പോൾ ഇതിനെ പൊന്നു പൊതിഞ്ഞെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ പൈതലേ, ഈ ദിവസങ്ങളിൽ കൃപ കൊണ്ട് പൊതിയപ്പെടണം. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ സോഷ്യൽ മീഡിയ കണ്ടു. ഒരു സഭയില് എവിടെയാണോ, റാന്നിയിലെങ്ങാണ്ട് ഭയങ്കരമായിട്ട് അതിനകത്ത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സ്തോത്രം ഫേസ്ബുക്കിലൊക്കെ ഇട്ടിരിക്കുന്നത് കൃപാവരം ജ്വലിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇട്ടിരിക്കുന്നു. ദൈവമക്കൾക്ക് എത്രയോ വലിയ വേദന തോന്നുന്ന ഒരു കാര്യങ്ങളാണ്. സഭയ്ക്കകത്ത് നടക്കുന്ന അന്യോന്യമുള്ള വഴക്കുകളും പ്രയാസങ്ങളും ഒക്കെ അത് കാണുന്നവർക്ക് അത് പുറത്തു കൊണ്ടുവന്ന് അതിനകത്തുള്ളവർക്ക് തന്നെ മറ്റുള്ളവരെ കാണിക്കാൻ ഒരു വ്യഗ്രത, വഴക്ക, കോപമാ, തമ്മിത്തല്ലുക, സഹോദരിമാര് പോലും തമ്മിത്തല്ലുക. എന്താ കാരണം? നിന്റെ ആരും എത്ര ചിന്തയിലിട്ടിട്ടും അതിനൊരു ക്രമീകരണം വന്നിട്ടില്ല. നിന്നെ പൊന്നു പൊതിഞ്ഞിട്ടില്ല. ദൈവികമായ പൊന്നു പൊതിഞ്ഞ് ജീവിതത്തിൽ ദൈവത്തിന്റെ ആലയത്തിന്റെ മനോഹരമായൊരു തൂണാക്കി ദൈവം നിന്നെ മാറ്റിയാൽ പിന്നെ പഴയതൊന്നും പൊങ്ങി വരികയില്ല. സ്വത്രം. എവിടേലും ഒരെണ്ണം നടന്നത് എങ്ങനെയും കണ്ടുപിടിച്ച് അത് പൊക്കിപ്പിടിക്കുന്ന ആളുകളായി എന്നുള്ളത്. പക്ഷെ എത്രയോ സഭകളിൽ ആത്മീയമായി വലിയ വിടുതൽ നടക്കുന്നു. അതൊന്നും ആർക്കും വിഷയമല്ല. എവിടെയും ഒരു ഇതുണ്ടായ അല്ല, കൃപാവരം ജനിച്ചു, ഭയങ്കര ബഹളം, അവിടെ അങ്ങനെ നടന്നു. ഇത് ബിജായി നോക്കി നടക്കുക. അതുകൊണ്ട് ദൈവമക്കൾ ഓർക്കണം, ഇവിടുത്തെ ആരൊന്നും പൊങ്ങി വരരുത്. ദൈവത്വമാകുന്ന പൊന്നുകൊണ്ട് പൊതിഞ്ഞ് അവൻ ചെത്തി വെടിപ്പാക്കി ദൈവാലയത്തിന്റെ മനോഹരമായ പലകയാക്കി മാറ്റി നിർത്തിയിരിക്കുന്ന സമാഗമന കൂടാരത്തിന്റെ പലകയെ ഒന്ന് നോക്കിക്കേ. ഇത് കതിരമരമാണെന്ന് ആരെങ്കിലും പറയോ? ആ പണ്ടത്തെ സ്വഭാവം പറയോ? പണ്ടത്തെ രീതി പറയോ? പണ്ടത്തെ അനുഭവം പറയോ? ഇപ്പൊ എവിടാ നിൽക്കുന്ന? ആലയത്തിനകത്താ. ആലയത്തിന്റെ തൂണാന്നേ. ദൈവത്വം പൊതിഞ്ഞിരിക്കുകയാന്നേ. ഇതിനെ നിർത്തിയിരിക്കുന്ന എവിടാ? വെള്ളിച്ചുവടിനാ. ില്ല. മരുഭൂമിയിലാണ് ഇത് നിൽക്കുന്നെങ്കിലും മരുഭൂമിയിലല്ല, വെള്ളിച്ചുവടിലാ നിൽക്കുന്നത്. വെള്ളിച്ചുവടിൽ ആലയത്തിനകത്ത് മനോഹരമായിരിക്കുന്ന നീലനൂൽ, ധൂമ്രനൂൽ പിരിച്ച മനോഹരത്വം, ശ്രേഷ്ഠത നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവര്, ഈ ദിവസങ്ങളിൽ നമ്മെ ഒന്ന് ചെത്തി, നമ്മെ ഒന്ന് വെടിപ്പാക്കി ദൈവത്തിന്റെ പത്രങ്ങളായി തീരേണ്ടതിന് സ്വർഗം ആഗ്രഹിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വന്ന് ഇവിടെ ഉടയപ്പെട്ട ദൈവത്തിന്റെ കൽപ്പനക, അത് കർത്താവായ യേശു ക്രിസ്തുവാണെങ്കിൽ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട ചില കൽപ്പനകളിൽ സ്വർഗം ചെത്തി മിനുക്കി തൻ്റെതായിരിക്കുന്ന പ്രമാണങ്ങളെ എഴുതി ഈ ദേശത്തിന്റെ നടുവിൽ തന്നെ കുറിച്ചുള്ള സാക്ഷ്യം അനേകരുടെ മധ്യേ ദൈവത്തിന്റെ പത്രമായി മാറത്തക്ക നിലയിൽ ഈ ഗ്രൂപ്പിലൂടെ അല്ല എന്നെ ശ്രദ്ധിക്കുന്നവരിലൂടെ ദൈവമഹത്വത്തെ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന പരിശുദ്ധാത്മാവിലൊരു സന്ദേശം കൈമാറുവാൻ ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം ജനത്തിന് സംഭവിച്ചത് എന്താ? ദൈവാരാധന വിട്ടുപോയി, പ്രമാണം വിട്ടുപോയി. അവിടെയാണ് ഈ പലക ഉടഞ്ഞു പോയത്. സ്തോത്രം. മോശ ഇറങ്ങി വന്നു, മോശ കോപിച്ചു,
മോശയുടെ കോപം ജ്വലിച്ചു കഴിഞ്ഞപ്പോൾ മോശ ചെയ്തതെന്താ? മോശ ഒരു ദൂത് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ദൈവത്തിൻ്റെ പക്ഷത്തുള്ളവൻ ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ സംഭവിച്ചതെന്നറിയാമോ? ആമേൻ. ലേവി ഗോത്രം മുഴുവൻ മാറി നിന്നു. ലേവി ഗോത്രം ആരാന്നറിയാമോ? വിശദീകരിക്കുന്നില്ല. അപ്പൻ്റെ ശാപം മേടിച്ച് കെട്ടിയവരാ. എന്മനമേ, അവരുടെ യോഗത്തിൽ കൂടരുത്, അവരുടെ മന്ത്രണത്തിൽ ചേരരുത്, അവന്മാര് ആകപ്പാടെ വല്ലാത്തവന്മാരാണെന്ന് പറഞ്ഞ് ലേവി ഗോത്രത്തെ ശപിച്ചതാ യാക്കോബ്. ലേവിയെ ശപിച്ചു. ശാപം കിടക്കുന്ന കുടുംബക്കാരാ ലേവി. പക്ഷെ ശാപം മാറാൻ ഇവരെന്നാ ഇതെന്നറിയാമോ? യഹോവയുടെ പക്ഷത്തോട്ട് മാറി നിന്നു. മോശ ചോദിച്ചു, യഹോവയുടെ പക്ഷത്താരുണ്ടെന്ന് ചോദിച്ചു. ലേവി ഗോത്രക്കാർ പറഞ്ഞു, ഞങ്ങളുണ്ട്. വാള് കെട്ടാൻ പറഞ്ഞു. അരയ്ക്ക് വാള് കെട്ടി. ആവർത്തന പുസ്തകമൊക്കെ ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, പാളയത്തിലൂടെ ഓടാൻ പറഞ്ഞു. പുറപ്പാട് പുസ്തകത്തിൽ നമ്മളവിടെ കാണുന്നുണ്ട്, പാളയത്തിലൂടെ ഓടാൻ പറഞ്ഞു. അന്ന് 3000 പേര് വീണു. കണ്ടോ? ദൈവഹിതമല്ലാത്ത കാളക്കുട്ടി ആരാധനക്കാരെ 3000 അവിടെ തകർന്ന് വീണെന്ന്. ദൈവത്തിന്റെ പക്ഷത്തുള്ളവൻ എന്ത് ചെയ്തു? ദൈവവചനം അരയിൽ കെട്ടി, വാൾ അരയിൽ കെട്ടി ഓടി. യെസ്. അപ്പനെന്ന് നോക്കിയില്ല, അമ്മയെ നോക്കിയില്ല, ചേട്ടനെ നോക്കിയില്ല, ജേടത്തിയും നോക്കിയില്ല, ആരെയും നോക്കിയില്ല. വചനം അരയെ കെട്ടി ഓടുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാരമ്പര്യവും പറഞ്ഞ് വചനം അരയെ കെട്ടാതെ അവരുടെയും കൂട്ടുനിന്ന് ഇവരുടെയും കൂട്ടുനിന്ന് അതിനും അല്ലേലിയ പറഞ്ഞു, ഇവിടെ അല്ലേലിയ പറഞ്ഞു, ചേരുന്നിടത്തെല്ലാം ചെന്ന് കയറി. അങ്ങനെ ജീവിക്കാനല്ലേ ദൈവം നമ്മെ വിളിച്ചത്. സ്തോത്രം. പ്രമാണം അരയ്ക്ക് കെട്ടി വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി ഓടുവാൻ തയ്യാറുള്ള ഒരു ഗോത്രമാണ് ലേവി ഗോത്രം. പിൽക്കാലത്ത് ദൈവം അവരെ പുരോഹിത വർഗമാക്കി മാറ്റി. ദൈവസന്നിധിയിൽ ഇസ്രായേലിന്റെ നടുവിൽ പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ലേവി ഗോത്രത്തെ മാറ്റി. എന്താ കാര്യമെന്നറിയാവോ? ദൈവത്തിന്റെ പക്ഷത്തേക്ക് അവർ മാറി നിന്നു. പലരും അകന്നു നിന്നപ്പോൾ, പ്രമാണം വിട്ടു നിന്നപ്പോൾ, ആലോചനയ്ക്കെതിരെ നിന്നപ്പോൾ, ദൈവശബ്ദം വിട്ടുകളഞ്ഞപ്പോൾ, പ്രമാണത്തിന് വേണ്ടി നിന്ന ഒരു കൂട്ടം ജനത്തെ ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മുൻപിൽ കൊണ്ടുവന്നു. അവരെ ആ ലേവി ഗോത്രമാണ് ഇസ്രായേലിന്റെ നടുവിൽ പ്രമാണത്തിന് വേണ്ടി പുരോഹിത വർഗമായി ദൈവം വേർതിരിച്ച ഗണം എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, പ്രമാണത്തിൽ നിന്ന് അനേകർ അകന്നു പോകുമ്പോൾ, പ്രമാണം വിട്ട് ജീവിക്കുമ്പോൾ വാളെടുത്ത് അരയ്ക്ക് കെട്ടി, ആത്മാവിന്റെ വാളാകുന്ന ദൈവവചനം അരയ്ക്ക് കെട്ടി ഈ ദിവസങ്ങളിൽ പാളയത്തിന്റെ നടുവിലൂടെ ഓടുവാൻ കഴിയുന്ന ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുവാൻ, ഇന്നാരുടെ പക്ഷത്തും ഇന്ന സഭയുടെ പക്ഷത്തും ഒന്നും അല്ല ഞാൻ ഈ പറഞ്ഞ്, ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ, ദൈവാലോചനയ്ക്ക് വേണ്ടി നിൽക്കുവാൻ, ദൈവകൃപയ്ക്ക് വേണ്ടി നിൽക്കുവാൻ ആരുണ്ട്? അങ്ങനെയുള്ളവരെ ദൈവം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തട്ടി ഉണർത്തുന്നു. ഒരു ഗണത്തെ ദൈവം തന്റെ പക്ഷത്തേക്ക് മാറ്റി നിർത്തി. ആമേൻ. അന്ന് 3000 പേര് വീണു. എന്നാൽ പെന്തക്കോസ്ത് നാളിൽ വചനത്തിന്റെ വാൾ അരയ്ക്ക് കെട്ടി പത്രോസ് ഒരു പ്രസംഗം നടത്തി. അന്ന് 3000 പേര് രക്ഷിക്കപ്പെട്ടു. സ്തോത്രം. 3000 പേര് പ്രമാണം കൊടുത്ത അന്ന് ആമേൻ കാൽ തറിമുട്ടിൽ വീണ് മരിച്ചെങ്കിൽ, പുതിയ പ്രമാണമായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനത്തിന്റെ നടുവിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന അന്ന് 3000 പേർ രക്ഷിക്കപ്പെട്ടു. ഇത് തകർക്കുന്ന മാർഗമല്ല, ഇത് രക്ഷിക്കപ്പെടുത്തുന്ന മാർഗമാണ്. പാപവും ശാപവും വഹിച്ചുകൊണ്ട് ക്രൂശിൽ മരിച്ച യേശുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിച്ച് ദൈവത്തിന്റെ പത്രമായി ശുദ്ധീകരണത്തോടെ മുന്നോട്ട് പോകുവാൻ ഏവർക്കും ദൈവം ഇടയാക്കട്ടെ. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, ഈ വചനം കേൾക്കുന്ന ഏവരെയും കർത്താവ് രക്ഷിക്കണമേ. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിന്റെ ശബ്ദമായി, അങ്ങയുടെ ആലോചനയായി, അങ്ങയുടെ പത്രമായി മാറുവാൻ അനേകർക്കും ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചല്ലോ. അങ്ങയുടെ കൃപ വ്യാപരിക്കട്ടെ. ഈ ശുശ്രൂഷയെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് രക്ഷിച്ചാട്ടെ. ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും യഥാർത്ഥമായി യേശുവിൻ്റെ പത്രങ്ങളായി മാറുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ ആദരിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.